ബാബു ബജറംഗിമാരെ പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കടന്നു വരാൻ ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ഒരു കൂട്ടരാണ് ഞങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ വളരെ ജാഗ്രതയായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കടന്നുകയറ്റക്കാരുടെ അല്ലെങ്കിൽ കുമ്മനടിക്കാൻ വരിക നിങ്ങൾ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ആളുകളെ ഞങ്ങളാരും ഉൾപ്പെടുത്താൻ താല്പര്യപ്പെട്ടിട്ടേയില്ല. പക്ഷെ പ്രശ്നം എന്താണ്? ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു തുറമുഖമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അവരുടെ പാർട്ടിയോ അവരുടെ സർക്കാരോ ഇക്കാര്യത്തിൽ ഒരു സഹായവും കേരളത്തിന് നൽകുന്നില്ല. തൊട്ടപ്പുറത്ത് ഒരു തുറമുഖം വരുമ്പോൾ അവർക്ക് VGF ആയിട്ട് ഗ്രാൻഡ് അനുവദിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ തുറമുഖത്തിനും ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ആ ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ടായിട്ട് ഗ്രാൻഡ് അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രം അത് കടമായിട്ട് എഴുതി വെച്ചിട്ട് കാശ് കുത്തിരി പിടിച്ച് വാങ്ങിക്കുകയാണ്. ആ ഗുണ്ടാപ്പെരുവിന് വരുന്ന ആളാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന് എനിക്കറിയില്ല. പ്രധാനമന്ത്രി അത് ഓർമ്മിപ്പിക്കാൻ ഞങ്ങളുടെ ഗുണ്ടയെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ കാശ് പിരിക്കാനായിട്ട് ഈ ഗുണ്ട വരും, അങ്ങനെ ഞങ്ങളുടെ ഗുണ്ട പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണേ പ്രധാനമന്ത്രിക്ക്, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണേ. അല്ലേ അങ്ങനെയൊന്നും എന്തെങ്കിലും പറഞ്ഞിറങ്ങി പോകാൻ നോക്കണ്ട. വാക്കുകൾ മാന്യമായിട്ട് ഉപയോഗിച്ചാൽ മതി. അല്പന്മാര് പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുകയാണ്. അല്ലല്ല, അങ്ങനെ വാക്കുകൾ അഭിലാഷേ, നമുക്ക് നല്ല വാക്കുകൾ നല്ല വാക്കുകളാ പറയണത്. എന്തോ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറയുക. ഒരു എന്തിന്റെ പരസ്യം? മാന്യമായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്ത സർക്കാർ പത്രത്തിൽ പരസ്യം പദപ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്ന് മാത്രമല്ല, ഒരു നല്ല കാര്യം തുടങ്ങാനും പോവാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെയിം കോളിംഗ് നടത്തുന്നതിൽ കാര്യമല്ല. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം, വിഷയങ്ങൾ പറഞ്ഞു പോവാം. അവിടെയുള്ള ഒരു പ്രശ്നം ശ്രീ അനിൽകുമാർ, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ രാജീവ് ചന്ദ്രശേഖരന്റെ അവിടുത്തെ സാന്നിധ്യം ഒരു അനൗചിത്യമാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ സാമാന്യമായ വാചകം എടുത്താൽ അപ്പോൾ എന്തൊക്കെ അനൗചിത്യമാണ് നടക്കുന്നത്? ഇതിന്റെ അവലോകന യോഗത്തിന് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നത്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ ആരാണ് ഇരിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. അതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾ ഇരിക്കുന്നു, കൊച്ചുമകൻ ഇരിക്കുന്നു. അവലോകന യോഗത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ദുബായ് കിരീടാവകാശി, അബുദാബി കിരീടാവകാശി എന്നൊക്കെ പറയുന്നത് പോലെ കിരീടാവകാശി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കൊച്ചുമകൻ ഇരിക്കുന്നു, മകൾ ഇരിക്കുന്നു. ഒരു പദ്ധതിയുടെ, ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയുടെ അവലോകന യോഗമാണ് എന്നോർക്കണം. മുഖ്യമന്ത്രിയോടൊപ്പം ഇന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ മകനും കൊച്ചുമകനും ആയതുകൊണ്ടാണല്ലോ വന്നത് എന്നാണ്. അപ്പോൾ ഇമ്മട്ടിലുള്ള അനൗചിത്യമാകാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ? ഞാൻ മറ്റു മാധ്യമപ്രവർത്തകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഭിലാഷ് സത്യസന്ധത പുലർത്തുന്ന ഒരാളായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഇന്നെന്തോ അഭിലാഷിനൊരു തെറ്റുപറ്റി. എന്താ തെറ്റുപറ്റിയത്? അവലോകന യോഗം. അവലോകന യോഗത്തിന് അജണ്ട വേണം. 2, അവലോകന യോഗത്തിന് മിനിറ്റ്സ് വേണം. 3, അവലോകന യോഗത്തിൽ ആര് വേണം? ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ചീഫ് സെക്രട്ടറി വേണം, പോർട്ടിൻ്റെ സെക്രട്ടറി വേണം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണം. എന്താ അവലോകനം അവിടെ നടന്നത്? അങ്ങ് അല്പമെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും മാധ്യമം എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അങ്ങ് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. അല്ല, അപ്പോൾ അവിടെ നടന്നത് എന്താണ്? നിങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. കാരണം എന്താണ് നടന്നത്? എന്താണെന്നുള്ള എല്ലാവരും കണ്ടതല്ലേ. മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്താ വ്യക്തമാക്കിയത്? അവിടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മകളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അവിടുത്തെ സിഇഒയും പോർട്ടിലെ അധികാരികളും സ്വീകരിച്ചു. പോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ അവരവിടെ പ്രസൻറ്റ് ചെയ്തു. ഇവരവിടെ നിന്ന് കണ്ടു. ഇത്തരം കാര്യം വൈകുന്നേരം 6:34 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തതാണ്. അതിനപ്പുറത്തൊരു അവലോകന യോഗം എവിടുന്നാണ് അഭിലാഷ് ഇപ്പോൾ ഉണ്ടാക്കിയത്? ഇത് അഭിലാഷ് ഇന്നുണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന വാചകം നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി മനസ്സിലാക്കാൻ വിഴിഞ്ഞത്തെത്തിയപ്പോൾ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടെയ്നർ നീക്കം നിയന്ത്രിക്കുന്നത് കുറെ വനിതകളാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയണം. അപ്പോൾ മുഖ്യമന്ത്രി തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലല്ലേ? ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണോ അല്ലയോ? അതെ, നിങ്ങൾക്ക് ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ പോകുമ്പോ നിങ്ങൾക്ക് തെറ്റിയത്, നിങ്ങളൊരു വാക്ക് പറഞ്ഞു, അഭിലാഷ് ഒരു വാക്ക് പറഞ്ഞു. അത് പറയട്ടെ, നിങ്ങളൊരു വാക്ക് പറഞ്ഞു, അത് അവലോകന യോഗമെന്നാണ്. ഒരു മുഖ്യമന്ത്രി അവിടെ പോകുന്നു, ആ പോകുന്ന കൂടെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുണ്ട്. മുഖ്യമന്ത്രി വ്യക്തിപരമായി തൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വരികയാണ്. കുടുംബാംഗങ്ങൾ കൂടിപ്പോയി.
അതേസമയം അവലോകന യോഗം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഔദ്യോഗികമാണ്. ഔദ്യോഗികമാണ്, മിനിറ്റ്സ് വേണം. 2, അതിന് ചീഫ് സെക്രട്ടറി വേണം, വകുപ്പ് സെക്രട്ടറി വേണം, അതിന് അജണ്ട വേണം, തീരുമാനം വേണം. ഇത് വല്ലതും അഭിലാഷ് കണ്ടിട്ടുണ്ടോ? നമ്മളൊരു വ്യാജം നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ദിവസം ഓടിക്കാൻ ഈ കെട്ടുകഥ മതി. ശരി, അവലോകന യോഗം എന്ന വാക്ക് ഞാൻ പിൻവലിക്കാം. നിങ്ങൾ പുതിയ ശരിയാക്കി പറഞ്ഞാൽ മതി. അവലോകന യോഗം എന്ന വാക്ക് ഞാൻ പിൻവലിക്കേണ്ടെന്ന്. നിങ്ങൾ ആര് പിൻവലിക്കും? അതെന്താണ് ഞാൻ നിർമ്മിച്ച് വേറെ വഴിക്ക് പോകുന്നത് നിങ്ങൾ ആര് പിൻവലിക്കും? അന്താരാഷ്ട്ര കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി അഭിലാഷ് വീട്ടിലെ അല്ലല്ല, അങ്ങ് കേൾക്കൂ ശാൽകുമാർ. അദ്ദേഹം അവിടെ വെറുതെ പോയതല്ല, വെറുതെ കാറ്റുകൊള്ളാൻ പോയപ്പോൾ വിഴിഞ്ഞം കയറിയതല്ല, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വെറുതെ വീട്ടിലിരിക്കുകയാണ്, കുടുംബത്തോടൊപ്പം വിഴിഞ്ഞം കാണാൻ പോയേക്കാം എന്ന് വിചാരിച്ച് പോയതല്ല. പിന്നെയോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇതിലെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പോയത്. അത് ഞാൻ പറഞ്ഞതല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ മാലോകരെല്ലാം അറിയിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, ട്വിറ്റർ അക്കൗണ്ടിൽ ഒക്കെ അതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കപ്പാസിറ്റിയിൽ, ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള നിർമ്മാണ പുരോഗതി വിലയിരുത്തലിന് പോയപ്പോൾ എന്തിനാണ് കുടുംബാംഗങ്ങളെ കൂടെ കൊണ്ടുപോയത്? അത് അനൗചിത്യമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖരന്റെ ആ വേദിയിലെ സാന്നിധ്യം അനൗചിത്യമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി അനൗചിത്യമാണ് ഇതെന്നുള്ളതാണ് എന്റെ ചോദ്യം. അവലോകനം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിച്ചു. ഇനി ഇതിന് ഉത്തരം പറയും. അത് പത്രം ഒറ്റ കാര്യം. അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവൻ മുൻകൈ എടുത്ത് സ്വാഗതസംഘ യോഗം കൂടി. ചടങ്ങ് എന്താണെന്ന് അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. 2, സ്വാഗതസംഘത്തിൻ്റെ ആഫീസ് കോർപ്പറേഷൻ ആഫീസിൻ്റെ അടുത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ സ്വാഗത സംഘം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി വരുന്ന ദിവസം ആ പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ എവിടെ വരെയാണ് തുറമുഖം എത്തിയത് എന്ന് മുഖ്യമന്ത്രിക്ക് മുൻകൂട്ടി അറിവുണ്ടാകണം, നേരിട്ടുള്ള അറിവുണ്ടാകണം. അതിന് മുഖ്യമന്ത്രി അവിടെ പോയി. ഒരു സാധാരണ പോലെ സന്ദർശനത്തിന് പോകുന്നു. കൂടെ ഭാര്യയും മക്കളും ഒരു കൗതുകത്തിന് അവർ കൂടിയിട്ടുമുണ്ട്. എന്താ നിങ്ങൾ കേൾക്കുന്നത്? ആ മനുഷ്യൻ എന്താണ് VD സതീശൻ പറഞ്ഞത്? ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം. എന്തിന്? ഈ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കുന്നത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്, അഹങ്കാരമാണ് എന്ന് നിങ്ങൾ വേട്ടയാടുന്നത് ആരെയാണ്? ആ വേട്ടയാടപ്പെടുന്നയാളുടെ സഹധർമ്മിണിയും മകളും മകനുമടക്കം ആ കുടുംബം, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശകാരങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുടുംബം, അതിനോടൊപ്പം ആ വണ്ടിയിൽ കയറി അവിടെ വന്നു എന്നുള്ളത് കൊണ്ട് ലോകം ഇടിഞ്ഞു പോയല്ലോ. ലോകം ഇടിഞ്ഞു കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊക്കെ ഒന്നും ഇടിഞ്ഞു പോയില്ല. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. ഒരു കീഴ്വഴക്കമില്ല, ഔദ്യോഗികമായ ഒരു പരിപാടിയില്ല. പിന്നെ നെഹ്റുവിന്റെ കൂടെ പ്രിയങ്ക ഗാന്ധിയുടെ മൂക്ക് വന്നെന്ന് എഴുതിയ പത്രങ്ങളുണ്ട് ഇവിടെ. നെഹ്റുവിന്റെ കൂടെ പ്രിയങ്ക ഗാന്ധിയുടെ ആ മൂക്ക് ഇവിടെ വന്നെന്ന് എഴുതിയ പത്രങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. ഇല്ല പിന്നെ വേറൊരു പത്രത്തെ എഴുതിയ പത്രം ഞാൻ പറയാം. എന്നെ കൊണ്ട് എഴുതിക്കണ്ട. വേണ്ട, ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ട്. അതാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പിന്നെ പ്രിയങ്കയ്ക്ക് കിട്ടിയില്ലേ? മൂക്കിന്റെ പണി തുടങ്ങിയത് നെഹ്റുവിന്റെ കൂടിയാണ്.